ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ. പള്ളിപ്പുറത്ത് കുഷ്ഠരോഗികൾക്കായി ആശുപത്രി നിർമ്മിച്ചു. ഗുരുവായൂരിൽ 18-ാം നൂറ്റാണ്ടിൽ ചേറ്റുവാക്കോട്ട നിർമ്മിച്ചതും ഡച്ചുകാരാണ്. കേരളത്തിൽ ഉപ്പു നിർമ്മാണം, തുണിക്ക് ചായം മുക്കൽ, തെങ്ങ് കൃഷി പ്രോത്സാഹനം എന്നിവ ഡച്ചുകാരുടെ സംഭാവനകളാണ്. ഡച്ചുകാരുടെ പ്രധാന സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ലാറ്റിൻ ഭാഷയിലാണ് ഈ പുസ്തകം തയ്യാറാക്കപ്പെട്ടത്. കേരളരാമം എന്നുകൂടെ അറിയപ്പെടുന്ന ഹോർത്തൂസ് മലബാറിക്കസ് ആംസ്റ്റർഡാമിലാണ് പ്രസിദ്ധീകരിച്ചത്. 1678 മുതൽ 1703 വരെയുള്ള കാലഘട്ടത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. 12 വാല്യങ്ങളിലായി 742 സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യ സസ്യം തെങ്ങും അവസാനത്തെ സസ്യം ആൽമരവുമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആണ് അഡ്മിറൽ വാൻ റീഡ്. രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ് അഥവാ ഫാദർ മാത്യൂസ്. പുസ്തകത്തിന് ചിത്രങ്ങൾ വരച്ചതും ഫാദർ മാത്യൂസ് തന്നെ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ ബ്രാഹ്മണർ ആണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് എന്നിവർ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാള പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ മുഖ്യ പങ്കുവഹിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ.